എല്ലാവർക്കും നമസ്കാരം. ബി ഹെൽത്തി ഈറ്റേഷ്യയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു പുഡിംഗാണ്. പുഡിംഗ് റെസിപ്പീസിന് യൂട്യൂബിൽ പഞ്ഞമൊന്നുമില്ല, ധാരാളം റെസിപ്പീസ് ഉണ്ട്. പക്ഷെ എല്ലാം തന്നെ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് ഏറ്റവും ഹെൽത്തിയായ റാഗി കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഈ പോഷകമായ ആഹാരം എന്നൊന്നും പറഞ്ഞാലും ചിലപ്പോൾ കുട്ടികൾ കഴിക്കണമെന്നില്ല, അല്ലേ? അവരെ ആകർഷിക്കാൻ വേണ്ടി അതിനകത്ത് അല്പം ചോക്ലേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോക്കോ റാഗി കോംബോ പുഡിംഗ് വളരെ മനോഹരമാണ്, വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിചാരം. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ലൈക്കുകളും ഡിസ്ലൈക്കുകളുമായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. എല്ലാ കുട്ടികളും ഹാപ്പി ആയിരിക്കട്ടെ, ഹെൽത്തി ആയിരിക്കട്ടെ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് റാഗിയാണ് ഇതിനാവശ്യം. എല്ലാ കടകളിലും ഷോപ്പിംഗ് മാളുകളിലും എല്ലാം റാഗി നമുക്ക് കിട്ടും. വില വളരെ കുറവാണ്. ഞാനിങ്ങനെ ഒരു കപ്പ് റാഗി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അവിടെ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ജസ്റ്റ് അതൊന്ന് മുങ്ങിയിരിക്കാനുള്ള വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് 2-3 പ്രാവശ്യം ഇത് അരിച്ച് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമുക്കിതിൻ്റെ തൊണ്ട് വേണ്ട, നമുക്കതിൻ്റെ ആ പാല് മാത്രം മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ നല്ലവണ്ണം അരഞ്ഞ ആ കാമ്പ്, അതായത് റാഗിയുടെ ആ പാല് നമുക്ക് കിട്ടും. അല്പം സ്ലോവിൽ നമ്മളൊന്ന് ചെയ്തെടുക്കണം. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് പറ്റാണ്ടാവും. അപ്പോൾ നമുക്കത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മളൊന്നും കൂടെ ഇത് അരയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ അരിച്ചെടുക്കണം. അല്പം ഒന്ന് കഷ്ടപ്പെട്ടാലും ഏറ്റവും ഹെൽത്തി. റാഗി ചെല്ലുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അവർക്ക് നല്ല ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ കാമ്പും ഇവിടെ അരഞ്ഞ് കഴിഞ്ഞു. നമുക്കതിൻ്റെ ആ തൊലി മാത്രമായിട്ട് കിട്ടും. ഇത്രയും എനിക്ക് ഇവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഒരു പാത്രത്തിലേക്ക്, ഒരു സോസ് പാനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ അരിച്ചപ്പോൾ വീണ കുറച്ച് തൊണ്ടുണ്ട്, അല്ലേ? അതും കൂടെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള റാഗിയുടെ പാല് നമുക്ക് കിട്ടും. ഇത് ആ അരിപ്പയിൽ നിന്നൊക്കെ ചാടിപ്പോകുന്നതൊക്കെ താഴെ കിടപ്പുണ്ട്. അതും കൂടി നമുക്കൊന്ന് അരിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് ഏറ്റവും നൈസായ അതിൻ്റെ അകക്കാമ്പ് മാത്രം അരഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ റാഗി നല്ല പ്രോട്ടീനാണ് കേട്ടോ, നല്ല അയൺ കണ്ടൻ്റ് ഉണ്ട്. വളരുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. എല്ലാ കടകളിലും കിട്ടും കേട്ടോ. ഇനി ഞാൻ പാല്, നല്ല പശുവിൻ്റെ പാല് ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മൾ റാഗി അരച്ച് വെച്ചതിനകത്തേക്ക് ഈ പാല് ഞാൻ ചേർക്കുകയാണ്. അതിനു മുമ്പ് ചെറിയൊരു ബൗളിൽ കുറച്ച് പാല് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഏകദേശം 1/2 ലിറ്ററോളം പാലുണ്ട്. 1/2 ലിറ്റർ തികച്ചില്ല, എന്നാൽ 1/4 ലിറ്ററിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ റാഗി അരച്ചതും പാലും. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 4-5 സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. കാരണം ഇവിടുത്തെ കുട്ടികൾക്ക് മധുരം കൂടിക്കഴിഞ്ഞാൽ അവർ പലഹാരങ്ങളൊന്നും കഴിക്കില്ല. അവർക്ക് ഒരു ചെറിയ മധുരം മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ഇടാം. നമുക്കിനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പാല്, റാഗി അരച്ചത്, പഞ്ചസാര, ഇത്രയുമാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ 1 സ്പൂൺ കൊക്കോ പൗഡർ, എല്ലാ ബേക്കറിലും കിട്ടും കൊക്കോ പൗഡർ, അല്ലേ? 1 സ്പൂൺ കൊക്കോ പൗഡർ നമ്മൾ ചേർക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, ഇവിടെയും ഇതുപോലെ ഞാൻ ഒരു 2 സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സ്പൂണൊക്കെ ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടെ മധുരം ഉണ്ടാവും. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പാല് ഇതിനകത്തേക്ക് ചേർത്ത് കുറേശ്ശെ ചേർത്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം.
അത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് അല്ലേ. പാല് മുഴുവനായിട്ട് നമ്മൾ ചേർത്തിട്ട് അങ്ങ് നല്ലവണ്ണം ഇളക്കുക. അപ്പോൾ നമ്മുടെ കൊക്കോ പൗഡറും പാലും പഞ്ചസാരയും റെഡിയായി. നമ്മൾ നേരത്തെ പാലും റാഗിയും എടുത്ത് വെച്ചിരുന്നില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനകത്തേക്ക് ചേർക്കണം. റാഗിയും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ചോക്ലേറ്റ് മിശ്രിതത്തിലേക്ക് ചേർക്കുന്നത്. നമ്മൾ വീണ്ടും നല്ലവണ്ണം ഇളക്കി ചേർത്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ആദ്യമേ കലക്കി വെച്ചിരുന്ന പാലും റാഗിയിൽ നിന്നുമാണ് കുറച്ചെടുത്ത് ചോക്ലേറ്റ് മിശ്രിതത്തിലേക്ക് നമ്മൾ ചേർത്തിട്ട് ഇളക്കിയിരിക്കുന്നത്. ഇനി ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ആദ്യമേ ഈ ചോക്ലേറ്റ് മിശ്രിതമാണ് എടുക്കുന്നത്. ചോക്ലേറ്റും പാലും പിന്നെ റാഗിയും പാലും കൂടെ ചേർത്തതിനകത്തുനിന്ന് കുറച്ചെടുത്തതുകൊണ്ട് പഞ്ചസാരയുമുണ്ട്. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാൻ ചേർത്തത് ഒരു ബട്ടറാണ്. നല്ല ഒരു സ്മൂത്ത്നെസ് കിട്ടാനായിട്ട് നമുക്ക് ബട്ടർ സഹായിക്കും. ബട്ടർ ഇല്ലെങ്കിലും ഈ പുഡിങ് തയ്യാറാക്കാം കേട്ടോ. ഇവിടെ ബട്ടർ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ബട്ടർ ചേർത്തത്. ബട്ടർ ചേർക്കുകയാണെങ്കിൽ പുഡിങ് ഏറ്റവും ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പുഡിങ് ചെയ്യുന്നവരാണെങ്കിൽ തീ സിമ്മിൽ വെച്ചാൽ മതി. അപ്പോൾ പതുക്കെ ഇങ്ങനെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കൂടെ കുറുകിയിട്ടുണ്ട്, പോരാ, നമുക്ക് അല്പം കൂടെ കുറുകണം. അപ്പോൾ ഞാനിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തീ സിമ്മിൽ വെച്ചിരിക്കുകയാണ്. ഇതാ ഇവിടെ ഏകദേശം പരുവായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാം നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അല്പം കൂടി ഒന്ന് ഇരുന്നോട്ടെ, അല്പം കൂടി ഇരുന്നോട്ടെ. നമ്മൾ ഈ ചോക്ലേറ്റ് മിക്സ് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും സമയം എടുക്കുള്ളൂ. മറ്റേത് വളരെ പെട്ടെന്ന് റെഡിയാകും. ചോക്ലേറ്റിൽ നമ്മൾ പൊടി കുറച്ചേ ഉള്ളൂ അല്ലേ, പാലാണ് കൂടുതലുള്ളത്, അതുകൊണ്ടാണ്. അതാ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇതാ ഞാൻ 3 പാത്രങ്ങൾ, പുഡിങ് തയ്യാറാക്കാനുള്ള 3 പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ബൗള്. അതിനകത്തേക്ക് കപ്പലണ്ടിയാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കപ്പലണ്ടിയാണുള്ളത്. അതിനകത്തേക്ക് ഞാൻ ആദ്യമേ ഇതാ ചോക്ലേറ്റ് മിശ്രിതം ഒഴിച്ച് വയ്ക്കുകയാണ്. 3 ചെറിയ ബൗളുകളാണ് എടുത്തിരിക്കുന്നത്. ബൗളൊന്ന് ഗ്രീസ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനിവിടെ ഗ്രീസ് ചെയ്തിട്ടില്ല, ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്കത് നല്ലോണം ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചാൽ, ഗ്രീസ് ചെയ്യാതെ ഇരുന്നിട്ടും കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല സുന്ദരമായിട്ട് എൻ്റെ പുഡിങ് വിട്ടുപോകുന്നു. എന്നാൽ അതൊരു ഗ്രീസ് ചെയ്യുന്ന ഒരു ചടങ്ങുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ 3 ബൗളിലേക്ക് ഞാൻ ആദ്യമേ തയ്യാറാക്കിയ ചോക്ലേറ്റ് റാഗി മിശ്രിതം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ വരും ഈ ചോക്ലേറ്റ്. അപ്പോൾ അത് കാണാൻ ഇത്തിരി ആകർഷകമാണ്. പിന്നെ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ആ ചോക്ലേറ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് അവർ ആ റാഗിയും ടേസ്റ്റാണ്, പക്ഷേ ആ ചോക്ലേറ്റ് കൊണ്ട് ആകർഷിച്ചിട്ട് ഇവർ ആ റാഗി കഴിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ 3 ബൗളിലായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പല്ല, കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. കപ്പലണ്ടിയും ചോക്ലേറ്റ് മിശ്രിതവും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം ആറാൻ നിൽക്കരുത്, ആറിക്കഴിഞ്ഞാൽ ഇത് കട്ടയായി പോവും. അപ്പോൾ അതുകൊണ്ട് ആ ചൂടോടുകൂടി തന്നെ ഞാൻ ഈ ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ച റാഗി പാൽ മിശ്രിതം തയ്യാറാക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമേ ചോക്ലേറ്റ് റെഡിയാക്കി നമ്മൾ പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു വെച്ചു. അതായത് ഇനി ഇവിടെ നീങ്ങിയിരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, പോയിട്ട് പാലും റാഗിയും കൂടിയുള്ളത് തയ്യാറാക്കാം. ഇത് വളരെ പെട്ടെന്ന് കട്ടയായിട്ട് വരും കണ്ടോ, വളരെ പെട്ടെന്ന് കട്ടയായിട്ട് വരും. അതുകൊണ്ട് കൈ എടുക്കരുത്, മാറിപ്പോകരുത്. തീ സിമ്മിൽ തന്നെ വെക്കണം. പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് റാഗി. കുട്ടികൾക്ക് കുറുക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മേലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ റാഗിയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. ഇത് ഏറ്റവും ഹെൽത്തിയായ ഒരു പുഡിങ്ങായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കണം കേട്ടോ. ഈ മൈദയൊക്കെ മാറ്റിയിട്ട് ഇതേപോലുള്ള ഹെൽത്തിയായ പുഡിങ് വേണം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ.
അപ്പോൾ നമുക്കിതിങ്ങനെ മുകളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി എങ്ങനെയാണ് ഇത് ഫ്രീസറിൽ വെക്കുന്നതെന്ന് കൂടിയുണ്ട്, അതുകൊണ്ട് വീഡിയോ കാണണം കേട്ടോ. നമ്മൾ നേരെ എടുത്തൊന്നും വെച്ച് കളയരുത്. ഈ ബൗൾ, ഇതുപോലത്തെ ബൗൾ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് പാത്രം വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള പാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒന്ന് കവർ ചെയ്ത് ഫ്രീസറിൽ വെക്കുന്നതെന്നും കൂടെ കാണിക്കുന്നുണ്ട്, അതുകൂടെ ഒന്ന് കാണണേ. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടിട്ടുണ്ടാവും, ഒട്ടും അടി പിടിക്കാണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയേ. അപ്പോൾ അത് ചില സമയത്തൊക്കെ എടുക്കുമ്പോൾ അടി പിടിച്ച് പോകാറുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത്. കൈ എടുക്കാണ്ട് സിമ്മിൽ പെട്ടെന്ന് റാഗി അങ്ങ് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ എന്തായാലും എനിക്ക് ലക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറായാലും മതി അല്ലെ, പലഹാരങ്ങളൊക്കെ വാങ്ങിക്കുന്ന ചെറിയ മിക്സറൊക്കെ വാങ്ങിക്കുന്ന കവറില്ല, അങ്ങനത്തെ ഒരു കവർ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ഞാനത്. ഇനി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നമുക്കിതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പറയാൻ മറന്നുപോയി, ചൂട് ശരിക്ക് ആറിയ ശേഷം മാത്രമേ പ്ലാസ്റ്റിക് കവറിട്ട് മൂടാവുള്ളൂ കേട്ടോ. നമ്മളൊരു ഫാനിൻ്റെ കീഴെ കൊണ്ട് വെച്ചിട്ട് ശരിക്കും ഞാൻ ചൂടോടുകൂടി തന്നെയാണ് ബൗളിലേക്ക് ഒഴിച്ചത്. കാരണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചാൽ നമുക്ക് ശരിക്കും ഒഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു. എന്നിട്ട് ആ ബൗള് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ട് വെച്ചിട്ട് നല്ലവണ്ണം ചൂടാറ്റിയെടുത്തു. അതിന് ശേഷമാണ് ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കൊണ്ട് മൂടുന്നത്. അലൂമിനിയം ഫോയിലുള്ള ആൾക്കാർക്ക് അത് വയ്ക്കാം. ചെറിയ മൂടി പ്ലേറ്റ് ഉണ്ടെങ്കിൽ നേരെ അതിൻ്റെ കറക്റ്റ് ഇരിക്കുന്ന മൂടി പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറും റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ഈ ബൗളുകൾ അടയ്ക്കുന്നത്. അപ്പോൾ തുറന്നു കൊണ്ടൊന്ന് ഫ്രീസറിൽ വെക്കരുത്, നമുക്കിങ്ങനെ അടച്ച് തന്നെ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടാവും, അത് നമുക്കെടുത്ത് ഒരു റബ്ബർ ബാൻഡുമായിട്ട് സെറ്റ് ചെയ്ത് നമുക്കിത് വയ്ക്കാം. അപ്പോൾ ഓക്കെ, 3 ബൗളുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യണം, നമുക്കിതിനെ ഫ്രീസറിലേക്ക് മാറ്റാം. ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലവണ്ണം എനിക്ക് സെറ്റായിട്ട് കിട്ടി കേട്ടോ. എൻ്റെ ഫ്രീസറിനകത്ത് കുറച്ച് ഐസൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഈ ബൗളുകൾ 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്ക് സെറ്റായിട്ട് കിട്ടി. ഞാൻ ഗ്രീസൊന്നും ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് നല്ലവണ്ണം അത് കിട്ടി കേട്ടോ. അപ്പോൾ ദാ ഇവിടെ എൻ്റെ പുഡിങ് വളരെ മനോഹരമായിട്ടിരിക്കുന്നു. കണ്ടാൽ കൊതിയുണ്ടാവും അല്ലേ. അപ്പോൾ കാഴ്ചയിൽ മാത്രമല്ല കഴിക്കാനും വളരെ ഇഷ്ടമാണ്. നല്ല മഞ്ഞ് പോലത്തെ പുഡിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഹെൽത്തിയായ ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് കമൻ്റ് ഇടണം. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ.